ഓക്കെ അല്ലേ? ഇപ്പൊ നിങ്ങൾ ക്ലിയർ അല്ലേ എല്ലാവരും? ഓക്കെ, വേറെ എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? ഹലോ, വോയിസ് ആയിട്ടൊന്ന് റിപ്ലൈ തരണേ. ഇപ്പൊ റെഡി അല്ലേ? ആ, ഓക്കെ. നിങ്ങളൊന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. മറ്റുള്ള ആളുകൾ കൃത്യമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. 2026 ഒക്ടോബർ ബാച്ചിലാണ് നമ്മൾ എക്സാമിനേഷൻ എഴുതുന്നത്. ഈ ഒക്ടോബർ ബാച്ചിൽ എക്സാമിനേഷൻ എഴുതുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ ടൈം ഷെഡ്യൂളൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ജസ്റ്റ് ആയിട്ട് ഒന്നും കൂടെ അതൊന്ന് കാണിക്കുന്നുണ്ട്. ടൈം ഷെഡ്യൂൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആയിട്ട് തന്നെ നമ്മൾ ഏപ്രിൽ ബാച്ചിൻ്റെതും അതുപോലെ ഒക്ടോബർ ബാച്ച്, നമ്മൾ ഒക്ടോബർ ബാച്ചാണ് വരുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഈ കാണുന്ന സ്ക്രീനിലെ ഇപ്പോൾ ഞാൻ ബാക്ക് അടിച്ച് ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാർജ് സ്ക്രീൻ ആയിട്ട് ഇത് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ അത് ഓപ്പൺ ആക്കി. +2 ഒക്ടോ നിങ്ങൾക്കായിരിക്കും ആ ഒരു പ്രശ്നമില്ല. ഇവിടെ വേറെ ആളുകൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ എന്താ ഒരു ഇഷ്യൂ ഉണ്ട് ഒന്നുകൂടെ ഒന്ന് ബാക്ക് അടിച്ച് ഒന്നുകൂടെ നോക്കൂട്ടാ. വേറെ ആളുകൾക്ക് ഓക്കെ അല്ലേ? ഇവിടെ വേറെ ഫോൺ ഉണ്ട്, അത് ഓക്കെ ആണല്ലോ. ഓക്കെ, വേറെ ആളുകൾക്ക് ഓക്കെ അല്ലേ? ഒന്ന് മൈക്ക് ഓപ്പൺ ആയിട്ടൊന്ന് പറയൂ. ആ, ഓക്കെ. നല്ല ഓക്കെ, റേഞ്ചുള്ള സ്ഥലത്ത് ഇരിക്കണേ. നല്ല റേഞ്ച് വേണം കേട്ടോ. നിങ്ങള് ഇവിടെ +2 ഒക്ടോബർ ബാച്ചിലാണ് നമ്മുടെ ടൈം ഷെഡ്യൂൾ വരുന്നത്. എക്സാമിനേഷൻ വരുന്നത് ഒക്ടോബറിലാണ്. അതിൽ ഫെബ്രുവരി ടു ജൂലൈ ആയിരുന്നു നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി ടു ജൂലൈ. ഇപ്പോൾ അതിൻ്റെ ഏകദേശം ജൂൺ ടൈമിലാണ് ഉള്ളത്. അതായത് സെക്കൻഡ് ലാസ്റ്റ് മന്ത് ആണുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ മാസവും പഠിക്കേണ്ട ചാപ്റ്റേഴ്സും അതിൻ്റെ എണ്ണങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോട്ടലായിട്ട് ഇംഗ്ലീഷിൽ വരുന്ന ചാപ്റ്റേഴ്സ്, ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ്, അതിൽ 16 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇംഗ്ലീഷിൽ ചാപ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് ബേസ് ഇംഗ്ലീഷ് ക്ലാസ് ആണ്. അതിലുള്ള വീഡിയോ ഓഡിയോ ക്ലാസ്സുകളാണ്. ഓക്കെ, എന്നിരുന്നാലും മറ്റ് സബ്ജക്റ്റുകളൊക്കെ നോക്കുമ്പോൾ മലയാളമാണ് ഈ 18 ചാപ്റ്റർ. അതൊക്കെ ഓരോ മാസത്തിൽ 3 ചാപ്റ്റർ വെച്ച് കഴിഞ്ഞാൽ ഈ 6 മന്ത് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പറഞ്ഞിട്ടുണ്ട്. ഫെബ്രുവരി ടു ജൂലൈ മന്തുകളിൽ. ഇനി ഓഗസ്റ്റ് മന്തില് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ. ഓക്കെ, ഇത് ജൂൺ മന്ത് ആണ്. അപ്പോ 5-ാമത്തെ മാസമാണ് ഇത് വരുന്നത്. ജൂലൈ അടുത്ത മാസമാണ് 6-ാമത്തെ മാസം. അപ്പോൾ ഇതുവരെ ആരെങ്കിലും ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ടൈം വളരെ ലിമിറ്റ് ആയിട്ടുണ്ട്. ഇനി 1 മന്തും കൂടെ നമുക്ക് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കാനുള്ള മന്തിലുള്ളൂ. ജൂലൈ ആകുമ്പോഴേക്കും നിർബന്ധമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അതിൽ ടോട്ടൽ വരുന്ന ചാപ്റ്റേഴ്സിന് എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ ക്ലാസ് റൂം ഓപ്പൺ ആക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഈ ടോട്ടൽ ചാപ്റ്റേഴ്സിനെ ഓരോ മന്ത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആ ഒരു മന്തിലുള്ള നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണ് വേണ്ടത്. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളാണ് ഈ ഒരു 2 മന്ത് കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ നമ്മൾ പഠിക്കേണ്ട രൂപങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏകദേശം ഒരു സബ്ജക്റ്റിൽ ഒരു 50-60 മാർക്കിനുള്ള ചാപ്റ്റേഴ്സുകൾ സെലക്ട് ചെയ്യാനും ആ സെലക്ട് ചെയ്ത ചാപ്റ്റേഴ്സുകളുടെ നോട്ട്സ് ഒക്കെ നോക്കി ക്ലാസ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനും, ഇംഗ്ലീഷ് ആകുമ്പോൾ ബേസ് ഇംഗ്ലീഷ് ടോട്ടലായിട്ട് എഴുതി നോട്ട് ബുക്കിൽ തന്നെ നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് ഇനി ഒരു മന്ത് കൂടെ ജൂലൈ മന്ത് ആകുമ്പോഴേക്ക് നിങ്ങളുടേത് ഇത് കംപ്ലീറ്റ് ആവുന്നു. പിന്നെ ഓഗസ്റ്റ് മന്തിൽ വരുന്നത് ഓൾ ചാപ്റ്റർ റിവിഷൻ ആണ്. സെപ്റ്റംബർ മന്തിൽ മോഡൽ എക്സാം ആണ്. അപ്പോൾ ഈ ഒരു ജൂലൈയും നെക്സ്റ്റ് ജൂലൈയും അതുപോലെ ഓഗസ്റ്റ് മന്തിലും റിവിഷൻസും കൂടെയാണ് വരുന്നത്. അത് കഴിഞ്ഞ് സെപ്റ്റംബർ മന്ത് ആകുമ്പോൾ മോഡൽ എക്സാം ആണ് ആ ഒരു മാസം. അപ്പോൾ ഓഗസ്റ്റ് മന്തിൽ ടോട്ടൽ എല്ലാ ചാപ്റ്റേഴ്സും റിവിഷൻ ചെയ്യുക. ജൂലൈ ആകുമ്പോഴത്തേനും എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ഉള്ളത്.
അപ്പോൾ ഇനി സ്റ്റാർട്ട് ചെയ്യാത്ത ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ ടൈം ഷെഡ്യൂൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് എല്ലാ ചാപ്റ്റേഴ്സും 50-60% മാർക്ക് വാങ്ങുന്ന ചാപ്റ്റേഴ്സ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്. എന്നിരുന്നാലും പുതിയ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ വ്യക്തമായിക്കോട്ടെ എന്ന് വിശദീകരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒക്ടോബർ മന്തിലാണ് നമ്മുടെ പബ്ലിക് എക്സാം വരുന്നത്. ഇതാണ് ടൈം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട് പറയുന്നത്. നമ്മൾ എല്ലാ ക്ലാസ്സിലും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സും മന്ത്ലി നടക്കുന്ന ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ മാസം നടക്കുന്നില്ലായിരുന്നു. ഈ ഓൺലൈൻ ക്ലാസ് അതിൽ കൃത്യമായിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ ഓരോ മാസവും കംപ്ലീറ്റ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സും അതുപോലെ സ്റ്റുഡൻസിന് വേണ്ട ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഇതുവരെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ ക്ലാസ് അല്ല, ക്ലാസ് ഓൾറെഡി റെക്കോർഡ് എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ആപ്പിലുണ്ട്. അത് ഓരോ മാസത്തിൽ തീർക്കേണ്ട, അതുപോലെ സ്റ്റുഡൻസ് വേണ്ട ഫോളോ അപ്പ്, അതുപോലെ ഓരോ മാസത്തിൽ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, അത് മാത്രമാണ് ഈ ഓൺലൈൻ ക്ലാസ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നമ്മൾ ഓൺലൈൻ ക്ലാസ് വിളിക്കാനും അതുപോലെ തന്നെ ഈ ഒരു മാസത്തിലുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായി വന്നിട്ടുള്ളത്. അസൈൻമെന്റ് എഴുതാനുള്ള സമയമായിട്ടുണ്ട്, TMA അസൈൻമെന്റ്. ഓക്കെ, ഒന്നുകൂടെ ക്ലാസ് റൂം ഓപ്പൺ ആക്കുന്നു. പുതിയ ആളുകളുടെ ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്, ഇംഗ്ലീഷ് ക്ലാസ് ഓപ്പൺ ചെയ്താൽ ഇംഗ്ലീഷ് ബേസ് ഇംഗ്ലീഷ് ക്ലാസ് ഇവിടെയുണ്ട്. ക്ലാസ് 3 എന്ന് മുതൽ അതുപോലെ അതിൻ്റെതായിട്ടുള്ള വീഡിയോസുകൾ, ഇതൊക്കെയാണ് ബേസ് ഇംഗ്ലീഷ് ക്ലാസ്സുകളായിട്ടുള്ളത്. ക്ലാസ് 4 ഈ വീഡിയോസുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. കാരണം അത് 50-60 മാർക്കുകളിൽ ഏകദേശം പാസ്സാവുന്നതിൽ കൂടുതൽ മാർക്കുകൾ വരുന്നത് ഇതാണ്. അതിന്റെ ശേഷമാണ് നിങ്ങൾ മെയിൻ ഇംഗ്ലീഷ് പഠിക്കേണ്ടത്. മെയിൻ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സിലോട്ട്, കഥ കവിതയിലോട്ടൊക്കെ പോവേണ്ടത്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് ഇതിന്റെ തൊട്ട് താഴെ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് 16 ചാപ്റ്റർ ആണുള്ളത്. ഇത് പഠിക്കുന്നതിന്റെ മുമ്പ് നേരത്തെ ഉള്ളത് കൃത്യമായിട്ട് പഠിക്കണം. കാരണം ഇതിന്റെ തൊട്ട് താഴെ മാർക്ക് സ്കോർ മൊഡ്യൂൾസ് പറഞ്ഞാണ് കൊടുത്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട് പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിൽ നിന്ന് സൂചിപ്പിച്ചിട്ടുള്ള പോയട്രി ആയിട്ട് ടോട്ടലായിട്ട് 30 മാർക്കിനാണ് വരുന്നത്. അപ്പൊ ബാക്കിയുള്ള 70 മാർക്കിനും നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ്, ഗ്രാമർ, റൈറ്റിംഗ് സ്കിൽ ഇതൊക്കെ നോക്കിയിട്ടാണ്. അപ്പോ 70 മാർക്കിനുള്ളതാണ് നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ വീഡിയോസുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ഓരോ ചാപ്റ്ററുകളും ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ മലയാളം ആണെങ്കിൽ അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക്, അതുപോലെ തന്നെ അതിൻ്റെ ഓഡിയോ, അതുപോലെ ഏതൊക്കെ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് എന്നുള്ളത്, ഓരോ ടോട്ടൽ എത്ര ചാപ്റ്ററാണ് നമ്മൾ തിയറി എക്സാമിന് പഠിക്കേണ്ടത്, ആ ഒരു കാര്യങ്ങൾ. ഇനി നമ്മളത് കൂടുതൽ പറയുന്നില്ല, കാരണം കഴിഞ്ഞ വീഡിയോസുകളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, എക്സാം ഫീ അടയ്ക്കേണ്ട ടൈം ആയിട്ടുണ്ട്, ടൈം കഴിഞ്ഞിട്ടുണ്ട്. എക്സാം ഫീ അടയ്ക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. അത് ഇന്നോ നാളെ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. അതിന് ശേഷം പിന്നെ ഫൈൻ വരുന്നതാണ്. നിങ്ങൾ എക്സാം ഫീ അടയ്ക്കാൻ പറ്റുന്നതല്ല. നമ്മൾ നേരത്തെ വളരെ നേരത്തെ തന്നെ നമ്മൾ എക്സാം ഫീ അടച്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം ഷെഡ്യൂൾ നിങ്ങൾക്ക് നൽകാൻ തന്നെ കാരണം ആരും പെൻഡിങ്ങിൽ പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പം 16 വരെ ടൈം ഉണ്ട്. 15 ഇന്ന്, 16 നാളെ. നാളെ കൂടെ ആകുമ്പോഴേക്ക് ആരെങ്കിലും എക്സാം ഫീ അടക്കാൻ ബാക്കിയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എക്സാം ഫീ അടക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒക്ടോബറിലെ ചാൻസ് നഷ്ടപ്പെടുന്നതാണ്. പിന്നീട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം ഫീ അടക്കുമ്പോൾ അതിൻ്റെതായ ലേറ്റ് ഫീ ഒക്കെ അടച്ചിട്ടാണ് പിന്നീട് വരിക. അവസാനം 1500 രൂപയ്ക്ക് ലേറ്റ് ഫീ അടച്ചിട്ടൊക്കെയാണ് എക്സാം ഫീ അടയ്ക്കാൻ കഴിയുക. അപ്പൊ ഈ ഒരു ഡേറ്റ്, നമ്മൾ നൽകിയ ഡേറ്റ് നിങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കുക. അതുപോലെ ഇവിടെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടല്ലോ, അവിടെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളൊക്കെ നോക്കാം. അതുപോലെ ഓരോ ക്ലാസ് റൂമിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് തന്നെ, ഇപ്പോൾ സോഷ്യോളജി ആണെങ്കിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യോളജി ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസർ ഇവിടെ ഉണ്ടാകും. സോഷ്യോളജി ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസർ, അവിടെ നമ്മൾ ഇംഗ്ലീഷിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറും ഇംഗ്ലീഷും അതിൻ്റെ മലയാളവും കൊടുത്തിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യൻ്റെയും ചോദ്യം ഇംഗ്ലീഷ്, അതിൻ്റെ തർജ്ജമ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് ഏറ്റവും താഴെ അതിന്റെ ആൻസേഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഓരോ ക്ലാസ് റൂമിലും നിങ്ങൾ കയറിയിട്ട് നിങ്ങളത് നോക്കുക. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെ ഇതാ 41 അതിന്റെ കൂടെ ഉത്തരം ചെയ്യാം. ചിലതില് നമ്മൾ അതിന്റെ കൂടെ കൊടുത്തിട്ടുണ്ടാവും, ചിലതില് ലാസ്റ്റ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അത് എവിടെയാന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇതിലിതാ ഇതിന്റെ കൂടെ തന്നെ എല്ലാതിന്റെയും ഉത്തരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇതേ മോഡലാണ് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വരിക. അപ്പൊ ഓരോ ക്ലാസ് റൂമിൽ കയറി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷും അതിന്റെ ആൻസേഴ്സും നിങ്ങൾ വായിച്ച് പഠിക്കാം. ഇതേ രൂപത്തിലാണ് ക്വസ്റ്റ്യൻസ് വരിക. നമ്മുടെ മോഡൽ എക്സാം ഒക്കെ എഴുതുമ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും. ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് തന്നെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യുക. നമ്മളെ പറഞ്ഞ ടൈം എല്ലാവരും കംപ്ലീറ്റ് ചെയ്യും. ഇപ്പൊ ഈ ഒരു ടൈം ടേബിളും ടൈം ഷെഡ്യൂളും അതുപോലെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അസൈൻമെന്റ് എഴുതേണ്ട ടൈം ആയിട്ട് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ. ഓക്കെ, ഒന്ന് മൈക്ക് ഓപ്പൺ ആയിട്ട് ആരെങ്കിലും ഒന്ന് കൃത്യമായിട്ട് വോയിസ് കേൾക്കുന്നില്ലേ? ഓക്കെ, ഇപ്പൊ കേട്ട ഏരിയകൾ മനസ്സിലായോ? ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇപ്പൊ ചോദിക്കാം നിങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ പേഴ്സണൽ ആയിട്ട് നിങ്ങൾ ചോദിച്ച് ക്ലിയർ വരുത്താം. ഇപ്പൊ ഈ പറയപ്പെട്ടതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. നമ്മൾ മാസത്തിൽ ഓൺലൈൻ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നടന്നില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ബാച്ചിന്റെ എക്സാമിനേഷനും അവരുടെ മറ്റു തിയറത്തിലും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ മാസത്തിൽ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് അതിന്റെ ഫോളോ അപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ്. അത് ചിലപ്പോൾ ഒരു മാസത്തിലൊക്കെ വിട്ടു വരും. കാരണം ആ മാസത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും പറയാനുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. ഓക്കെ, ക്ലാസ്സുകൾ നമ്മുടെ ആപ്ലിക്കേഷൻസിൽ നിങ്ങൾക്ക് എനി ടൈം കയറിയിട്ട് കേൾക്കാൻ പറ്റുന്ന രീതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങൾ ഫ്രീ ടൈം ആ ഫ്രീ ടൈം അനുസരിച്ച് ക്ലാസ്സുകൾ കേട്ട് പഠിക്കാം. ഓക്കെ, ഒന്നും കൂടെ പറയാനുള്ളത്, നമ്മൾ ഇംഗ്ലീഷിന്റെ ബേസിക് ഇംഗ്ലീഷിന്റെ കാര്യം പറഞ്ഞു. മറ്റു സബ്ജക്റ്റുകളൊക്കെ നമ്മൾ ആപ്പിൽ നോട്ട്സ് ഉണ്ട്, അതുപോലെ ഗൈഡ് ബുക്സും കിട്ടിയിട്ടുണ്ടാവും. ഈ ഗൈഡ് ബുക്സ് സമയം കുറവുള്ള ആളുകളാണ് ഈ ഗൈഡ് ബുക്സിലെല്ലാം നോട്ട്സ്, ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ, ഓരോ ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാം. ഇനി കൂടുതൽ സമയമുള്ള ആളുകളാണെങ്കിൽ എങ്ങനെ ഒന്നുകൂടെ പറയൂ, കേട്ടില്ല. അസൈൻമെന്റ് പറയാം. ഞാനിപ്പോ ഈ പറയപ്പെട്ട കാര്യങ്ങളിലാണ് അസൈൻമെന്റിന്റെ കാര്യങ്ങൾ പറയാൻ വരും. ഓക്കെ, അപ്പോ പഠിക്കേണ്ട രൂപം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറയുന്നത് പോലെ തന്നെ ആപ്പിലുള്ള നോട്ട്സ്, അതുപോലെ പ്രിന്റ് ചെയ്ത ഗൈഡ് ബുക്സ്, അത് നിങ്ങൾ നോക്കിയിട്ട് അതിലെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ്, അതിപ്പോ ഇംഗ്ലീഷ് അല്ല കേട്ടോ, ഇംഗ്ലീഷിന്റെ ഈ ആപ്പിൽ തന്നെ കയറിയിട്ട് ആ ബേസിൽ ടോട്ടലായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. മറ്റുള്ള സബ്ജക്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റേഴ്സ് ഏതാണെന്നുള്ളത് നമ്മൾ ആപ്പിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓരോ മാർക്കിന് വരുന്ന 50-60 മാർക്കിന് വരുന്ന ആ ചാപ്റ്റേഴ്സുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് അതിന്റെ നോട്ട്സ്, ഗൈഡ് ബുക്സ് ഉള്ളവർ അത്, അല്ലെങ്കിൽ ആപ്പിലുള്ള നോട്ട്സ്, ആ നോട്ട്സ് നോക്കിയിട്ട് നിങ്ങൾ ആ നോട്ട്സിൽ ഉണ്ടാവുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ആ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ഇനി കുറച്ചും കൂടെ കൂടുതൽ സമയമുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ ആപ്പിലുള്ള ബോയ്സ് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ല കേട്ടോ പറയുന്നത്, എക്കണോമിക്സ് അല്ല പറയുന്നത്, മറ്റ് സബ്ജക്റ്റുകളാണ്. ഇംഗ്ലീഷും അല്ല, മറ്റ് സബ്ജക്റ്റ്, സെക്കൻഡ് ലാംഗ്വേജും മറ്റ് പൊളിറ്റിക്സ്, ഹിസ്റ്ററി, സോഷ്യോളജി, ഇത്തരം ബിസിനസ്, ഇത്തരം സബ്ജക്റ്റുകളൊക്കെയാണ് ഈ പറയുന്നത് കേട്ടോ. നിങ്ങൾ ആപ്പിലെ നോട്ട്സ് അതല്ലെങ്കിൽ ഗൈഡ് ബുക്സ് നോക്കിയിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാം. കൂടുതൽ സമയമുള്ള ആളുകളാണെങ്കിൽ ആപ്പിലുള്ള വോയിസ് ക്ലാസ്സുകളൊക്കെ ഉണ്ട്, MP3 ക്ലാസ്സുകൾ, അതൊക്കെ ഒന്ന് കേട്ടിട്ട്
സ്വന്തമായിട്ട് നിങ്ങൾ നോട്ട് തയ്യാറാക്കിയിട്ട് പഠിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ നമ്മൾ തയ്യാറാക്കിയ നോട്ട്സ് അത് നോക്കുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാവാനും അത് ഓർമ്മയിൽ നിൽക്കാനും കൂടുതൽ അത് നമുക്ക് സൗകര്യപ്പെടും. ഓക്കെ, കഴിഞ്ഞ ബാച്ചിലൊക്കെ അങ്ങനെ കൂടുതൽ ആളുകൾ മാർക്ക് വാങ്ങിയതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ സമയമുള്ള ആളുകൾ ക്ലാസ് കേൾക്കുക, സ്വന്തമായി നോട്ട്സ് തയ്യാറാക്കുക. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നമ്മൾ ആപ്പിൽ അതുപോലെ പ്രിന്റ് ചെയ്ത ഗൈഡ് ബുക്കിലെ നോട്ട്സ് നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്ത് ആ ഒരു നിങ്ങൾ തയ്യാറാക്കുന്ന നോട്ട്സിലൂടെ ക്ലിയർ വരുത്തി കൂടുതൽ പോയിന്റ്സുകളൊക്കെ ഉൾപ്പെടുത്തി നിങ്ങൾ തയ്യാറാക്കാം. ഇനി അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്, ഒന്ന് ക്ലാസ് കേൾക്കുക, സ്വന്തമായി നോട്ട് തയ്യാറാക്കുക. അത്ര സമയമില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ഗൈഡ് ബുക്സ് അല്ലെങ്കിൽ നമ്മുടെ ആപ്പിലെ നോട്ട്സ്, അതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകളാണുള്ളത്, അത് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സുകൾ നിങ്ങൾ നോക്കിയിട്ട് പഠിക്കാം. ഓക്കെ, ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഏതാണ് എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്. അവർ ഈ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സുകൾ ഓൺലൈൻ ക്ലാസ് കണ്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അതിലൊക്കെ നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾ പ്രധാനപ്പെട്ട 50-60 മാർക്കിന് വരുന്ന ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്യാം. അതിലേതാ പ്രധാനപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഗൈഡ് ബുക്കിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നോട്ട്സ്, അതുപോലെ തന്നെ ആപ്പിലുള്ള ആ നോട്ട്സ്. ഓരോ ക്ലാസ് റൂമിലുള്ള ഹിസ്റ്ററി ആണെങ്കിൽ അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഹിസ്റ്ററി നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററിലുള്ള കാണാം. അപ്പോൾ ചാപ്റ്റർ ദ ഹാരപ്പൻ സിവിലൈസേഷൻ, ഹാരപ്പൻ സംസ്കാരം, അതിലുള്ളതാ ക്വസ്റ്റ്യൻ 1, ഹാരപ്പൻ സംസ്കാരത്തിന്റെ 3 ഘട്ടങ്ങൾ ഏതെല്ലാം, അതിന്റെ ആൻസർ. 2, അതിന്റെ ആൻസർ. അപ്പൊ ഇത് ഈ മൂന്നാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആണ്. ഇത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ് കേട്ട് സ്വന്തമായി നോട്ട് തയ്യാറാക്കാൻ സമയമില്ലാത്ത ആളുകളാണെങ്കിൽ ഈ നോട്ട്സ് അതുപോലെ പ്രിന്റ് ചെയ്ത ഗൈഡ് ബുക്സ് അത് ആവശ്യം ഇനിയും കിട്ടാത്തവരുണ്ടെങ്കിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്ത് അത് നിങ്ങൾ വാങ്ങാം. അതിൽ നോക്കിയിട്ട് ഈ പ്രധാനപ്പെട്ട ഏരിയാസുകൾ നിങ്ങൾ കവർ ചെയ്യാം. അപ്പൊ ഈ ഒരു 6 മാസം, അടുത്ത മാസം കൂടെ കഴിയുമ്പോഴേക്ക് നിങ്ങൾ ഈ പറയപ്പെട്ട ചാപ്റ്റേഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. ജൂലൈ ഓഗസ്റ്റിലാണ് നമുക്ക് റിവിഷൻ ആയിട്ടുള്ളത്. നമ്മൾ പഠിച്ച എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്ത എല്ലാ ചാപ്റ്റേഴ്സും റിവിഷൻ ചെയ്യാനുള്ള മാസം ജൂലൈ. ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് നമ്മുടെ മോഡൽ എക്സാം വരുന്നത്. അപ്പോഴേക്ക് നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളൊക്കെ നോക്കിയിട്ട് എങ്ങനെ ആൻസർ ചെയ്തും എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും എന്നൊക്കെയുള്ളതൊക്കെ മനസ്സിലാക്കുക. അതിനുള്ള ഒരു മാസമാണ് ആ ഒരു മാസം. ഇത് കഴിഞ്ഞ് ഒക്ടോബറിലാണ് നമ്മുടെ പബ്ലിക് എക്സാം വരുന്നത്. അപ്പോഴേക്ക് ചാപ്റ്റേഴ്സുകൾ ടോട്ടലി കംപ്ലീറ്റ് ചെയ്ത് അത് റിവിഷൻ ചെയ്ത് അത് മോഡൽ എക്സാമിന് അറ്റൻഡ് ചെയ്ത് അതും കൂടെ കഴിഞ്ഞിട്ട് ഈ 2-3 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ മെയിൻ എക്സാമിലോട്ട് വരുന്നത്. നമ്മൾ ഈ പറയുന്ന ഈ കൃത്യമായിട്ടുള്ള സ്റ്റെപ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്ത് ആ ഒരു ടൈം ഷെഡ്യൂളിൽ എല്ലാതും കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം വെരി സിമ്പിൾ ആയിട്ട് തന്നെ എല്ലാ ആൻസേഴ്സും എഴുതിയിട്ട് പാസ്സാൻ പറ്റും. ഇനി എക്സാമുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ എക്സാമിന്റെ ആ ഒരു ടൈമിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ പറയും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇപ്പൊ ഈ പറയപ്പെട്ടതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട് ഇപ്പൊ ചോദിക്കാൻ. നമുക്ക് ഇനി അസൈൻമെന്റുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതിലോട്ട് പോവുകയാണ്. ഈ പറയപ്പെട്ടത് നിങ്ങൾ കൃത്യമായിട്ട് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഒന്ന് വോയിസ് ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് റിപ്ലൈ തരണം. ഓക്കെ, ഇനി നമ്മൾ അസൈൻമെന്റിലോട്ട് പോവാണ്. TMA അസൈൻമെന്റ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒക്ടോബർ ബാച്ചിന്റെ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യാണ്. നിങ്ങളുടെ ഇപ്പോ കുറച്ച് മെസ്സേജുകൾ വന്നത് എല്ലാവരും കണ്ടില്ലേ? അതാ ഇന്ന് കുറച്ച് നേരത്തെ ഞാൻ അയച്ച 8:52 അയച്ച മെസ്സേജുകളാണ്. അസൈൻമെന്റ് എഴുതാനുള്ള ഡീറ്റെയിൽസ്, മറ്റ് പ്രധാന വിഷയങ്ങൾ അത് നമ്മുടെ ഈ ക്ലാസ്സിൽ അറിയിക്കുന്ന അതിന്റെ തൊട്ട് താഴെ ഓരോ PDF അയച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് അസൈൻമെന്റ് എഴുതേണ്ട ക്വസ്റ്റ്യൻസുകൾ. ഓക്കെ, അറബി, സോഷ്യോളജി, മലയാളം, എക്കണോമിക്സ് തുടങ്ങിയിട്ട് എല്ലാ സബ്ജക്റ്റുകളുടെ ക്വസ്റ്റ്യൻസുകൾ ഇവിടെ അയച്ചിട്ടുണ്ട്. ഇനി അത് എങ്ങനെ എഴുതാം എന്നുള്ളത് ഇവിടെ ഒരു വീഡിയോയിൽ, ഈ ഒരു വീഡിയോയില് NIOS ഏപ്രിൽ 2026 TMA അസൈൻമെന്റ് എങ്ങനെ എഴുതാം അത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും താഴെ ആ വീഡിയോ ഒന്നുകൂടെ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ അസൈൻമെന്റ് എഴുതാം എന്നുള്ളത് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും.
ഞാൻ ഒന്നും കൂടെ ഈ ഒരു ഇതിൽ ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഇതിൽ NIOS ഒക്ടോബർ ബാച്ച് PM അസൈൻമെന്റ് മുകളിലുള്ള വീഡിയോയിലെല്ലാം നോക്കിയിട്ട് എഴുതി നിങ്ങൾ അതിന്റെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഫസ്റ്റ് പേജ് അതൊക്കെ ഞാൻ പറഞ്ഞു തരാം എങ്ങനെ എഴുതാന്നുള്ളത്. അത് നിങ്ങൾ എഴുതിയതിന് ശേഷം ജൂൺ 25, ഇന്നിപ്പോ ജൂൺ 15 ജൂൺ 25 10 ദിവസം നിങ്ങൾക്ക് സമയമുണ്ട്. ഈ 10 ദിവസത്തിന്റെ ഉള്ളിലായിട്ട് നിങ്ങൾ എല്ലാ സബ്ജക്റ്റിന്റെയും അസൈൻമെന്റ് എഴുതി ഓരോ സബ്ജക്റ്റും സെപ്പറേറ്റ് നിങ്ങളുടെ പേര് അതുപോലെ എൻറോൾമെന്റ് നമ്പർ ഇത് എഴുതിയിട്ട് ഓരോ സബ്ജക്റ്റിന്റെ റീനെയിം അതാക്കിയിട്ട് 5 MB താഴെ ഉള്ളതാക്കിയിട്ട് നിങ്ങൾ എൻ്റെ പേഴ്സണൽ നമ്പറിൽ അയച്ചു തരണം. ഞാൻ ഇവിടെ നിന്ന് വെരിഫിക്കേഷൻ ചെയ്ത് നിങ്ങളുടെ ഡാഷ്ബോർഡിൽ അത് അപ്ലോഡ് ചെയ്യും. ഓക്കെ, അതിന് ശേഷം വെരിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിന്റെ മാർക്ക് വാല്യുവേഷൻ ഒക്കെ കഴിഞ്ഞ് മാർക്ക് വരും. അങ്ങനെ വരുന്ന ഈ ഒരു അസൈൻമെന്റിന് നിങ്ങൾ 25 വരെയാണ് സമയമുള്ളത്, ജൂൺ 25. അതിന്റെ ഉള്ളിലായിട്ട് കംപ്ലീറ്റ് ചെയ്ത് നിർബന്ധമായിട്ട് അതിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് തരണം. അതിന്റെ ശേഷമുള്ള ആളുകൾക്ക് പിന്നീട് 1500 രൂപ സബ്ജക്ട് ലൈറ്റ് ഫീ അടിച്ചാലാണ് നമുക്ക് പിന്നീട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഈ നമ്മുടെ അസൈൻമെന്റിൽ എഴുതുന്ന 20 മാർക്കിനാണ് അസൈൻമെന്റ് വരുന്നത്. ഈ 20 മാർക്കിന് വരുന്ന അസൈൻമെന്റിൽ ടോട്ടൽ നമ്മൾ മെയിൻ എക്സാം തിയറി എക്സാം പാസ്സാവാനുള്ള 33 മാർക്ക്, 100-ൽ 33 കിട്ടിയാൽ നമ്മൾ പാസ്സാവും. ഈ 33 മാർക്കിൽ നമ്മൾ അസൈൻമെന്റ് എഴുതിയ ആളുകളാണെങ്കിൽ അസൈൻമെന്റ് 20 മാർക്കിന്റെ അസൈൻമെന്റിൽ നിന്ന് 7 മാർക്ക് ഫ്രീ ആയിട്ട് 33ലോട്ട് എടുക്കും. അപ്പോൾ ഒരു കുട്ടിക്ക് തിയറി എക്സാമിൽ 26 മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അസൈൻമെന്റിന്റെ 7 മാർക്ക് കിട്ടി ടോട്ടൽ 33 മാർക്കായിട്ട് ആ കുട്ടി പാസ് ഔട്ട് ആവും. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യം ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ മെയിൻ എക്സാം തിയറി എക്സാമിൽ 33 മാർക്കാണ് പാസ്സാവാനുള്ളത്. അതിൽ 26 മാർക്ക് വാങ്ങിയാൽ തന്നെ അസൈൻമെന്റ് എഴുതിയ കുട്ടികൾ പാസ്സാവും. കാരണം അസൈൻമെന്റ് 7 മാർക്ക് 20 മാർക്കാണ് അസൈൻമെന്റ്. അത് എങ്ങനെയായാലും എഴുതിയാൽ ഒരു 15-16 മാർക്ക് കിട്ടും. അതിൽ നിന്ന് 7 മാർക്ക് ഫ്രീ ആയിട്ട് ഈ തിയറി എക്സാമിലോട്ട് എടുക്കും. അങ്ങനെ 33 മാർക്ക് കിട്ടിയാൽ തന്നെ പാസ്സാവും. പക്ഷേ ഈ 33 മാർക്ക് കിട്ടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50-60 മാർക്കിനുള്ള ചാപ്റ്റേഴ്സുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്, ക്ലിയർ ചെയ്ത് വെക്കണം. എന്നാലുള്ള ഒരു 30 മാർക്കിന് ഉള്ളതൊക്കെ നിങ്ങൾ കിട്ടാം. അല്ലല്ല, അസൈൻമെന്റില് അത് ശ്രദ്ധിക്കണം. അസൈൻമെന്റ് 20 മാർക്കിനാണ് ടോട്ടൽ. പക്ഷെ അതിൽ നിന്ന് 7 മാർക്ക് മാത്രമേ തിയറി എക്സാമിലോട്ട് എടുക്കുള്ളൂ. ഒരു അത് അങ്ങനെയാണ് NIOSന്റെ റൂൾ ഉള്ളത്. 20 മാർക്ക് കൊടുക്കില്ല. 20 മാർക്കിൽ നിന്ന് 7 മാർക്ക് മാത്രമേ എടുക്കുള്ളൂ. ബാക്കി 26 മാർക്ക് തിയറി എക്സാമിൽ നമ്മൾ വാങ്ങണം. ഓക്കെ, ക്ലിയർ ആയോ? തിയറി 100-ലാണുള്ളത്. അപ്പൊ അതില് അസൈൻമെന്റ് സെപ്പറേറ്റ്, രണ്ടിനും സെപ്പറേറ്റ് മാർക്കാണ് ഉണ്ടാവുക. പക്ഷെ ഒരു കുട്ടി ഇനി പാസ്സായിട്ടില്ലെങ്കിൽ ആ കുട്ടിക്ക് 26 മാർക്ക് ഉള്ളൂ എങ്കിൽ ആ കുട്ടി 33 ആയിട്ട് കൺവെർട്ട് ആയിട്ട് പാസ്സാവും എന്നുള്ളതാണ്. മനസ്സിലായോ? ഇനി അസൈൻമെന്റ് എഴുതേണ്ട രൂപം പറയാണ്. ഇവിടെ നിങ്ങൾ കണ്ടോ, ഇംഗ്ലീഷ് 302. ഇപ്പൊ ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആണ്, അതിന്റെ സബ്ജക്ട് കോഡാണ് 302. അതിൽ നിങ്ങൾ തൊട്ട് താഴെ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ID കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അതിന്റെ വീഡിയോ ഇനി ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം, ഗ്രൂപ്പിൽ ഒന്നുകൂടെ അയക്കാം. ID കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള വീഡിയോ, അതിൽ നിങ്ങൾ ആ വീഡിയോ ഉള്ളതുപോലെ തന്നെ നിങ്ങളുടെ റെഫറൻസ് നമ്പറും എൻറോൾമെന്റ് നമ്പറും ഒക്കെ ഉണ്ടാവും. അത് നിങ്ങൾ ഒന്നിന്റെ റെഫറൻസ് നമ്പർ അല്ലെങ്കിൽ എൻറോൾമെന്റ് നമ്പർ കോപ്പി ചെയ്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൂടെ നമ്മുടെ സൈറ്റിൽ ആപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ഉണ്ടാവും, കണ്ട് അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ ഡൗൺലോഡ് ചെയ്ത ID കാർഡിലുള്ള നെയിം, എൻറോൾമെന്റ് നമ്പർ, AI നെയിം എന്ന് പറഞ്ഞ സ്റ്റഡി സെന്റർ എന്ന് പറഞ്ഞിട്ട് ID കാർഡിൽ താഴെ ബ്ലൂ കളറിൽ ഒരു വൈറ്റ് ആയിട്ട് എഴുതിയത് കാണാം. ഓക്കെ, അതാണ് നിങ്ങളുടെ AI നെയിം, അതായത് സ്റ്റഡി സെന്റർ നെയിം വരുന്നത്. അവിടെ നിങ്ങൾ അത് ഫുള്ളായിട്ട് കൊടുക്കണം. അതിൻ്റെ ഒരു കോഡും അതുപോലെ സ്കൂളിന്റെ നെയിം അതുപോലെ സ്കൂളിന്റെ അഡ്രസ്സ് അത് ഫുള്ളായിട്ട് തന്നെ AI നെയിമിൽ എഴുതണം. അത് നമ്മളെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി അതിന് ക്വസ്റ്റ്യൻസുകളെ നമ്മൾ കൊടുത്തിട്ടുള്ളൂ.
ഇനി ആൻസേഴ്സ് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് എഴുതാണ് വേണ്ടത്. ഇനി സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് എഴുതാൻ ആയിരിക്കും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തൊട്ട് താഴെ കാണുന്ന വീഡിയോസ്, അക്കൗണ്ടൻസി, ഹിസ്റ്ററി, ഇതൊക്കെ അസൈൻമെന്റിന്റെ ഈ ഒരു അസൈൻമെന്റിന്റെ ആൻസേഴ്സുകൾ ഉള്ള വീഡിയോസ് ആണ്. അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അസൈൻമെന്റിന്റെ ആൻസർ എഴുതുക. അങ്ങനെ എഴുതി 5 MB താഴെ ആവണം, 5 MB കൂടുതലാവാൻ പാടില്ല. അഥവാ നിങ്ങൾ ഗൂഗിൾ ഡ്രൈവ് വഴി സ്കാൻ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ മറ്റു സ്കാനർ ആപ്പുകൾ ഉപയോഗിച്ച് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ MB വരികയാണെങ്കിൽ ഓൺലൈനായിട്ട് അതൊന്ന് കൺവെർട്ട് ചെയ്തിട്ട് വേണം, അതായത് MB കുറച്ചിട്ട് വേണം നിങ്ങൾ 5 MB താഴെ ആക്കിയിട്ട് വേണം അയച്ചു തരാം. ഓക്കെ, ഇതാണ് ലാസ്റ്റ് ഡേറ്റ് ജൂൺ 25 10 ദിവസം മുതൽ. അപ്പൊ ഇതാണ് അസൈൻമെന്റുമായി പറയാനുള്ള കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതാ വീഡിയോയിലുണ്ട്, അത് പേജ് ആയിട്ടില്ല, അതായത് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആണ്. അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു മോഡൽ എക്സാം രൂപത്തിലാണുള്ളത്. ഉദാഹരണത്തിന് സോഷ്യോളജി ഞാൻ ഓപ്പൺ ചെയ്യുന്നു. സോഷ്യോളജി ഓപ്പൺ ചെയ്ത് ഇതിൽ കണ്ടോ, ഫസ്റ്റ് പേജ് എങ്ങനെ എഴുതാൻ ഞാൻ പറഞ്ഞു. സെക്കൻഡ് പേജ് മുതൽ ക്വസ്റ്റ്യൻസിന്റെ നമ്പർ ഇടുക, 1 എന്ന് ഇടുക, എന്നിട്ട് അതിന്റെ ആൻസർ എഴുതുക. ഓക്കെ, 2 എന്ന് ഇടുക, അതിന്റെ ആൻസർ എഴുതുക. അതിൽ തന്നെ എയും ബിയും ഉണ്ടാവും. എനി ആൻസർ എനി വൺ ഓഫ് ദ ഫോളോവിങ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനി വൺ, കണ്ടില്ലേ, എനി വൺ പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നാണ്. ഇപ്പോൾ 1 എന്നുള്ള ക്വസ്റ്റ്യന്റെ അണ്ടറിലായിട്ട് എ ഉണ്ട്, ബി ഉണ്ട്. അതിൽ ഒന്നെങ്കിൽ എ എഴുതുക അല്ലെങ്കിൽ ബി എഴുതുക എന്നുള്ളതാണ് ആൻസർ എനി വൺ ഓഫ് ദ ഫോളോവിങ്. അപ്പൊ നിങ്ങൾ 1 എന്നിടുക, എ എന്നിടുക, സബായിട്ട് എ എന്നുള്ള ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിന്റെ ആൻസർ എഴുതുക. 2 എന്നിടുക, അതിന്റെ ആൻസർ എഴുതുക. ക്വസ്റ്റ്യൻസ് എഴുതേണ്ട ആവശ്യമില്ല, ഈ ക്വസ്റ്റ്യൻസിന്റെ ടോട്ടൽ ആയിട്ടുള്ള ആൻസേഴ്സുകളാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ഇതാണ് അസൈൻമെന്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇനി ആർക്കെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലും ചോദിക്കുള്ളൂ. ഇനി വളരെ പ്രധാനപ്പെട്ട ഡൗട്ടുകൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാം.